Hi, Keen Guru's next topic that orbital velocity and satellite speed, escape velocity. These topics we will These topics we will orbital velocity. There is a sun body, earth bodies. A body, for example, distance, r distance a body okay? R distance a body, R distance a body distance. Okay? The orbital velocity symbol V0 ആണ് represented. The orbital velocity നമുക്ക് equation root of gm by r. ഇത് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം അല്ലേ? And derivation പറയുമ്പോൾ ഈ ഇങ്ങനെ ഒരു ബോഡി ഉണ്ടാവും. ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് ബോഡി ആവുമ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് അല്ലേ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്ന ന്യൂട്ടൺസ് തേർഡ് ലോ ബൈ ചെയ്യുന്ന. അതല്ലാതെ രണ്ടാമത്തെ ബോഡി മൂവ് ചെയ്യുന്ന ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ്, ഒരു ഓർബിറ്റൽ പാത്തിലാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ബോഡി ആകുമ്പോൾ അതിന്റെ പർട്ടിക്കുലർ സ്പീഡ് ഉണ്ടാവും. അതിനാണ് നമ്മൾ വിളിക്കുന്നത് ഓർബിറ്റൽ സ്പീഡ് എന്ന് വിളിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്ട്രാ ഫോഴ്സ് ആണ് പുറത്തേക്ക് നമുക്ക് എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്നൊരു ഫോഴ്സ് പുറത്തേക്ക് നമുക്ക് ഉണ്ടാകുന്നുണ്ടാവും അല്ലെ? ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ രണ്ട് ഫോഴ്സ് ഈക്വൽ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യില്ലേ? അപ്പൊ നമുക്ക് എന്താ വരിക? ടോട്ടൽ നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമുക്ക് ഓൾറെഡി പഠിച്ചില്ലേ? എന്താ ഫോഴ്സ്? F is equal to G M M divided by R square നമുക്കറിയാം അല്ലെ? അതേപോലെ രണ്ടാമത്തെ ഫോഴ്സ് നമ്മൾ എന്താ പഠിച്ചത്? M V square divided by R. M V square divided by R എന്നാണ് ഫോഴ്സും പഠിച്ചു. ഇതിനകത്ത് ഏതാണ് ഈ വെലോസിറ്റി? ഈ വെലോസിറ്റി യൂസ് ചെയ്യുന്നത് ഓർബിറ്റൽ വെലോസിറ്റി ആണ്, അതായത് V0. അപ്പൊ ഇതിനകത്ത് നമുക്ക് V0 പഠിച്ചില്ലേ? V0 is equal to എത്ര വരും? രണ്ട് സൈഡിലും ഈ സ്മോൾ എം ഇല്ലേ? സ്മോൾ എം എന്താ? ഈ ചെറിയ ബോഡിയുടെ മാസും ക്യാപിറ്റൽ എം ഈ വലിയ ബോഡിയുടെ മാസുമാണ്. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ എത്രയായിരിക്കും നമുക്ക് വരുന്നത്? നമുക്ക് ഈ ആറിന് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ആർ ആയിട്ട് എടുത്തുകൂടെ? എല്ലാം ക്യാപിറ്റൽ ആർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആർ ക്യാൻസൽ ചെയ്യാം, എം ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് എന്ത് വരും? ജി എം ഡിവൈഡഡ് ബൈ ആർ. V0 സ്ക്വയർ is equal to gm divided by r വരും. അല്ലെങ്കിൽ V0 is equal to root of gm divided by r എന്ന ഇക്വേഷൻ. ഇതാണ് എന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താ ഓർബിറ്റൽ വെലോസിറ്റി? ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് ബോഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി, രണ്ട് ബോഡീസ് കാണുമ്പോൾ ഒരു ബോഡി മറ്റേ ബോഡിനെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇങ്ങനെ റിവോൾവ് ചെയ്ത് മാറി മാറി പോകുന്ന ബോഡീസിന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആറുന്ന ഡിസ്റ്റൻസിലാണ് നിങ്ങൾ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിൽ ആ ബോഡിക്ക് ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ ഓർബിറ്റ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ വിളിക്കുക ഓർബിറ്റൽ സ്പീഡ് എന്ന് വിളിക്കുക. ആ ഓർബിറ്റൽ സ്പീഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് V0 is equal to root of gm divided by r. മാസ് m എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ബോഡിയുടെ മാസ് ആണ്. r എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ബോഡീസ് ആണ്. g എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഓൾറെഡി പഠിച്ചതാണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. എത്രയാണ് വാല്യൂ? 6.67 10⁻⁻11 ആണ് അതിന്റെ വാല്യൂ അല്ലെ? അപ്പൊ നമുക്ക് അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് ടൈം പീരീഡ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക്. ഓക്കെ, ടൈം പീരീഡ് നോക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കും. അപ്പോ ടൈം പീരീഡ് എന്താണ്? നമ്മൾ ഒരു സാറ്റലൈറ്റ് നമുക്ക് മിൽക്കി വേ കോൺസ്റ്റലേഷൻ നമുക്ക് കാണാൻ കഴിയും. മിൽക്കി വേ നമുക്ക് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് മിൽക്കി വേയിൽ എല്ലാം നിൽക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ സോളാർ സിസ്റ്റം നോക്കുമ്പോൾ സൺ നടുക്കുണ്ടാവും, കുറെ പ്ലാനറ്റ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ പ്ലാനറ്റ്സിന്റെ മോഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മെർക്കുറിയാണ് ഏറ്റവും അടുത്ത് അല്ലെ? പിന്നെ നമുക്ക് വീനസ്, എർത്ത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ മെർക്കുറി പോകുന്നതിന്റെ സ്പീഡ് കണ്ടോ ഭയങ്കര കൂടുതലാണ്. അതിനുശേഷം പിന്നെ വീനസ് ആണ്, കമ്പാരിറ്റീവ്ലി സ്പീഡ് കുറവാണ്. പിന്നെ എർത്ത് ആകുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് കുറയും. പിന്നെ മാസ് ആണ് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. എന്താ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മള് ഡിസ്റ്റൻസ് കൂടുമ്പോൾ അത് സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, സണ്ണിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വളരെ വലുതാണ് അല്ലെ? വലിയൊരു മാസമുള്ള ബോഡി ആകുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? വളരെ കുറവാണെങ്കിൽ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്തോറും നമ്മുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ട് എന്താ റിലേഷൻ? നമ്മുടെ ഡിസ്റ്റൻസും അതേപോലെ ആ സ്പീഡ് എത്ര ടൈം പീരീഡ് ആണ് ഉണ്ടാക്കുന്നത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ ടൈം പീരിയഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ് നമുക്ക് പറയാം അല്ലെ? സ്ക്വയർ ടൈം പീരിയഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ റേഡിയസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയർ നമുക്ക് അപ്പർ സൈഡ് കൊണ്ടുപോയി ഇങ്ങനെയാ T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R⁻³ എന്നൊരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തെടുക്കാം. ഇതിനകത്ത് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം എന്താ ടൈം എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പൊ അതിനകത്ത് ഡിസ്റ്റൻസ് എന്താ? ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് റൊട്ടേറ്റിംഗ് ബോഡി ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? 2πr ആയിരിക്കും നമുക്ക് ഡിസ്റ്റൻസ്. 2πr ആ സർക്കംഫറൻസ് ആയിരിക്കും ഡിസ്റ്റൻസ്. ഡിവൈഡ് ബൈ നമുക്ക് ഇവിടെ സ്പീഡ് ഉണ്ട്. എന്താണ് നമ്മുടെ സ്പീഡ് വരുന്നത്? സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർബിറ്റൽ സ്പീഡ് ആണ് അല്ലെ? കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച ഓർബിറ്റൽ സ്പീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? V0 is equal to root of gm divided by r ആണ് ഇക്വേഷൻ. അതിനെ നമുക്ക് യൂസ് ചെയ്യാം. gm divided by r ആണ് ഇവിടുത്തെ ഇക്വേഷൻ.
ഈ ആർ നമുക്ക് മുകളിൽ കൊണ്ടുകൂടെ ഇപ്പം എന്ത് വരും 2π ഇൻറ്റു ഈ ആർ ഉണ്ട് ഇവിടെ, ഈ ആർ മുകളിൽ വരുമ്പോൾ ഒരു √r മുകളിൽ വരും ഡിവൈഡ് ബൈ √g. ഇത് ഇത്രയും കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? ഇതിന് വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? t is equal to എന്ത് എഴുതാൻ പറ്റും? ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ കോൺസ്റ്റന്റ് പറയുന്നത് t നമുക്ക് ഈക്വൽ ടു മാറ്റാൻ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ഇട്ടൂടെ? സോ പ്രൊപ്പോർഷണാലിറ്റി ഇടുമ്പോൾ എന്ത് വരും? പ്രൊപ്പോർഷണൽ ടു r raised to 3/2 എന്ന് വരും അല്ലേ? r raised to 1/2 r raised to 1 രണ്ടും കൂടി ആഡ് ചെയ്യാം. അതായത് r1 പ്ലസ് 1/2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. r raised to 1 r raised to 1/2 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ r raised to 3/2 എന്ന് കിട്ടും. ഈ റിലേഷൻ അല്ലേ നമ്മൾ ഇവിടെ ഫോം ചെയ്തത് അല്ലേ? അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു r raised to 3/2 എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ? ഇതിന്റെ ആവശ്യം എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് പ്രോബ്ലം വരുന്നത് നോക്കി കഴിഞ്ഞാൽ ഈ റിലേഷൻ നമുക്ക് എന്തുണ്ടാക്കി എടുക്കാൻ പറ്റും? സെക്കൻഡ് ഈ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. t1/t2 the whole square is equal to r1 divided by r2 the whole raised to 3 എന്ന ഇക്വേഷൻ ഉണ്ടായിക്കൂടെ? ഈ ഇക്വേഷൻ രീതിയിലുള്ള ഫോർമുലാസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം പീരീഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായി. അതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു, gn divided by r. ആൻഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് t² proportional to r raised to 3. അതായത് ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഇതാണ് നമുക്ക് റിലേഷനിലേക്ക് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ ഈ പ്രൊപ്പോർഷനാലിറ്റി നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളൊരു ജോലിയാണ് അല്ലേ? അപ്പൊ എന്താ രക്ഷപ്പെടേണ്ടേ? ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് കണ്ടിട്ടില്ലേ? PSSCന്നും തുമ്പയിന്നൊക്കെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് വിക്ഷേപിക്കുമ്പോൾ എങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത്? നമ്മളിപ്പം ഏതെങ്കിലും ഒരു ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എർത്ത് പോലൊരു ബോഡി എടുക്കുക. ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം ചെയ്യുക, ഒരു കല്ല് നമ്മളിവിടെ നിൽക്കുകയാണ്, ഒരാളിവിടെ നിൽക്കുകയാണ്. ഒരാൾ നിൽക്കുമ്പോൾ ഒരാളിവിടെ നിൽക്കുന്നുണ്ട്. അയാള് ഒരു കല്ലെടുത്ത് തരുക. കല്ലെടുത്ത് എറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ദൂരെ പോയി വീഴും അല്ലെ? കുറച്ചും കൂടി സ്പീഡ് എറിഞ്ഞാൽ വെച്ചും കുറച്ചും കൂടി ദൂരെ പോയി വീഴും. കുറച്ചും കൂടി സ്പീഡ് എറിഞ്ഞാലും അത് കുറച്ചും കൂടി ദൂരെ പോയി. അപ്പം ഭയങ്കര സ്പീഡ് കൂട്ടി എഴുതി കഴിഞ്ഞാൽ പർട്ടിക്കുലർ സ്പീഡ് കഴിയുമ്പോൾ എന്ത് വരും? അത് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചിങ്ങ് വരാനുള്ള ചാൻസസ് ഇല്ലേ? അപ്പൊ എന്ത് ഓർബിറ്റൽ പാത്തിൽ ഫോളോ ചെയ്തില്ലേ? അപ്പൊ എന്ത് സ്പീഡിലായിരിക്കും അത് പോകേണ്ടത്? v0 അല്ലെങ്കിൽ ഓർബിറ്റൽ സ്പീഡിലായിരിക്കും അത് പോകേണ്ടത്. എന്നാലും അത് ഫുൾ ഓർബിറ്റ് ചെയ്ത് തിരിച്ചു വരത്തുള്ളൂ. പക്ഷെ ഇനി സ്പീഡ് കൂട്ടിയാൽ എന്ത് പറ്റും? വളരെ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ ഇത് കറങ്ങി കറങ്ങി അത് ഇൻഫിനിറ്റിലേക്ക് പോകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ ഇൻഫിനിറ്റിലേക്ക് പോകുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അതിന്റെ ആ പർട്ടിക്കുലർ സ്പീഡ് ഏത് സ്പീഡിലാണോ ആ ബോഡി ഇൻഫിനിറ്റിലേക്ക് പോകുന്നത് ആ സ്പീഡിനാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. VE അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി. മനസ്സിലായോ? ഇപ്പൊ ഏതെങ്കിലും ഒരു ബോഡിയിൽ നമ്മുടെ സ്പീഡ് കൂടുന്തോറും എന്ത് പറ്റും? അത് ആദ്യം ഓർബിറ്റൽ മോഷനിലേക്ക് പോകും. ഓർബിറ്റൽ മോഷനിൽ നിന്ന് അത് എസ്കേപ്പ് മോഷനിലേക്ക് പോകും. മനസ്സിലായില്ലേ? ഓക്കെ, അതിന്റെ ഡെറിവേഷൻ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ വരും നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഈ ക്വസ്റ്റിന് ആൻസർ പറഞ്ഞേ എന്താ? എസ്കേപ്പ് സ്പീഡിനെ പറ്റി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താ എർത്തിൽ നിന്ന് വരുന്ന എസ്കേപ്പ് സ്പീഡ് എത്രയായിരിക്കും? ഒരു റോക്കറ്റ് വിക്ഷേപിക്കാൻ വിചാരിച്ച എർത്തിൽ നിന്ന്, അങ്ങനെയാണെങ്കിൽ എർത്തിൽ നിന്നുള്ള എസ്കേപ്പ് സ്പീഡ് എത്രയായിരിക്കും? നോർമൽ വാല്യൂ വി എസ്കേപ്പ് വെലോസിറ്റിയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 11.2 km/s ആയിരിക്കും. എത്രയാണ്? 11.2 km/s. അപ്പൊ എങ്ങനെയാണ് ഇത് ഫോം ചെയ്തത്? ഇക്വേഷൻ നമുക്ക് അറിയണം അല്ലെ? അപ്പൊ സാധാരണ എല്ലാ ബോഡിയിലും ഒരേ സ്പീഡ് ആയിരിക്കുമോ? ഇല്ല. എർത്തിൽ നിന്ന് പോകുന്ന എസ്കേപ്പ് വെലോസിറ്റി ആയിരിക്കില്ല ഓരോ ഒബ്ജക്റ്റിൽ നിന്നുള്ളത്. ഇപ്പൊ മെർക്കുറിയുള്ള എസ്കേപ്പ് വെലോസിറ്റി ആയിരിക്കില്ല വീനസിൽ നിന്നുള്ളത്. എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ് വരുന്നത്? മെർക്കുറിയിൽ 4.3 ആണ്. എർത്തിൽ എത്രയാണ്? 11.2 ആണ്. ഓർമ്മിച്ച് വയ്ക്കുക. ചില ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. വീനസിന്റെ ആകുമ്പോൾ 10.4 ആണ്. ഓരോന്നിനുള്ള എസ്കേപ്പ് വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? എല്ലാത്തിനും എസ്കേപ്പ് വെലോസിറ്റി സെയിം ആയിരിക്കുമോ? അല്ല, ഡിഫറെന്റ് ആയിരിക്കും. ഇനി അപ്പൊ എന്താ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ സ്പീഡ് വെൻ ഇറ്റ് ക്യാൻ എസ്കേപ്പ് ഫ്രം ദ ഫീൽഡ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓഫ് ദ ഒബ്ജക്ട്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് നമ്മൾ നോക്കി. എന്താ? എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11.2 km/s ആണ് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി. ശരി, ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യും നമുക്ക് നോക്കാം അല്ലേ? എസ്കേപ്പ് വെലോസിറ്റിയുടെ അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ v(e) ആണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അല്ലേ? √2gm/r. m(e) എന്നുള്ളത് എർത്തിൻ്റെ
എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോഴാണ് എം സഫിക്സ് ഇയും ആർ സഫിക്സ് ഇയും കൊടുക്കുന്നത്, എർത്തിൻ്റെ റേഡിയസും കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സാധാരണ നമുക്ക് ഒരു ബോഡി എർത്തിൻ്റെ മുകളിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലേ. അത് മൂവ് ചെയ്യുമ്പം അത് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എർത്തിൽ നിന്ന് പുറത്തേക്ക് എസ്കേപ്പ് ആകുമ്പോഴോ എന്ത് പറ്റും? ഇറ്റ് ഇസ് മൂവ് ടുവേർഡ്സ് ഇൻഫിനിറ്റി അല്ലേ. ഇൻഫിനിറ്റിയിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്തിലാവും? സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ട് ടേമും എന്താവും? സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ. ലാസ്റ്റ് രണ്ട് ടേമും സീറോ ആവും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ഹാഫ് എം വി സ്ക്വയർ ആണ്. അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, ജി എം എം ഡിവൈഡ് ബൈ ആർ ഇ ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇക്വേഷൻ അല്ലേ. ഇതെല്ലാം വിത്ത് റെസ്പെക്ട് ടു എർത്ത് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? ഹാഫ് എം വി സ്ക്വയർ ഇക്വൽ ടു ജി എം എം ബൈ ആർ. അതിനകത്ത് എം രണ്ടും ക്യാൻസൽ ചെയ്തുകൂടെ? രണ്ട് എമ്മും രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 2gm ഡിവൈഡ് ബൈ ആർ. അപ്പോൾ ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ നമ്മൾ പഠിച്ചിരിക്കണം. എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ എന്താ? വി ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 2gm ഡിവൈഡ് ബൈ ആർ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ പ്രോബ്ലംസ് വരും കേട്ടോ. പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതിനുമ്പോൾ ഒരു ടോപ്പിക് കൂടി നോക്കേണ്ടത് എന്താ? നമ്മൾ ടൈം പീരീഡിനെ പറ്റി പഠിച്ച ഓർമ്മയുണ്ടോ? ടൈം പീരിയഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു 3 അല്ല. ടൈം പീരിയഡ്, സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് പ്രൊപ്പോർഷൻ ടു ആർ റേസ് ടു 3. ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ബോഡീസ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അങ്ങനെ ടൈം പീരീഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചത് എന്താ? ടൈം പീരീഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ടി സ്ക്വയർ ഇസ് ഈക്വൽ പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു 3 എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഈ ടി എന്ന വാല്യൂ എന്താണ്? ടി ഇസ് ഈക്വൽ ടു 2π/ω എന്ന് എഴുതി കൂടെ എഴുതാം. 2π/ω നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2π/ω എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒമേഗ എന്താണ്? ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റിയാണ് അല്ലേ. ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റിയാണ്. ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റിയാണ് അല്ലേ. ആംഗുലർ വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാമല്ലോ, വി ഡിവൈഡ് ബൈ ആർ. ആർ എന്താ? ഒരു പർട്ടിക്കുലർ റേഡിയസിലായിരിക്കും ഈ മൂവ്മെൻറ്റ്, സർക്കുലർ മോഷൻ വരുമ്പോൾ, അപ്പോഴാണ് നമുക്ക് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ റേഡിയസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിനകത്ത് ഈ എന്ത് സ്പീഡിലായിരിക്കും പോകുന്നത്? സർക്കുലർ ഓർബിറ്റ് ആകുമ്പോൾ നമ്മൾ ഓർബിറ്റൽ സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാമല്ലോ, വി നോട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ബൈ ആർ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു ജി. ഇപ്പോൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ജി നോട്ട് ഇസ് ഈക്വൽ ടു ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ബൈ ഡിവൈഡ് ബൈ ആർ. ഒരു ആറും കൂടി വരും. ഈ ആറും കൂടി ഇടുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാക്കി കൂടി ആക്കാം അല്ലേ. അപ്പോൾ ഈ ഫുൾ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ടി ഇസ് ഈക്വൽ ടു എന്ത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടി ഇസ് ഈക്വൽ ടു 2π/ω എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 2π/ω ഇസ് ഈക്വൽ ടു എന്ത് പറയാം? 2π ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ജി എം ബൈ ആർ ക്യൂബ് എന്നാക്കി. അപ്പോൾ അത് നമുക്ക് ടി ഇസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എന്തായി ഇക്വേഷൻ? ആർ ക്യൂബ് ഡിവൈഡ് ബൈ ജി എം എന്നായി. ഈ ഇക്വേഷൻ കൂടി ഓർമ്മിച്ച് വെക്കുക കേട്ടോ. നമുക്ക് ആവശ്യം വരും. ഇവിടെ ഏതെങ്കിലും 2-3 പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിൽ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതോടെ ഈ ഒരു സെഷൻ നമുക്കിവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് നമ്മൾ നോക്കി. എന്താ? എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11.2 km/s ആണ് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി. ശരി, ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യും നമുക്ക് നോക്കാം അല്ലേ, എസ്കേപ്പ് വെലോസിറ്റിയുടെ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ സഫിക്സ് വി സഫിക്സ് ഇ ആണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അല്ലേ. റൂട്ട് ഓഫ് 2gm ഡിവൈഡ് ബൈ ആർ. എം സഫിക്സ് ഇ എന്നുള്ളത് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോഴാണ് എം സഫിക്സ് ഇയും ആർ സഫിക്സ് ഇയും കൊടുക്കുന്നത്, എർത്തിൻ്റെ റേഡിയസും കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സാധാരണ നമുക്ക് ഒരു ബോഡി എർത്തിൻ്റെ മുകളിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലേ. അത് മൂവ് ചെയ്യുമ്പം അത് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എർത്തിൽ നിന്ന് പുറത്തേക്ക് എസ്കേപ്പ് ആകുമ്പോഴോ എന്ത് പറ്റും? ഇറ്റ് ഇസ് മൂവ് ടുവേർഡ്സ് ഇൻഫിനിറ്റി അല്ലേ. ഇൻഫിനിറ്റിയിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്തിലാവും? സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ട് ടേമും എന്താവും? സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ. ലാസ്റ്റ് രണ്ട് ടേമും സീറോ ആവും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ഹാഫ് എം വി സ്ക്വയർ ആണ്. അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, ജി എം എം ഡിവൈഡ് ബൈ ആർ ഇ ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇക്വേഷൻ അല്ലേ. ഇതെല്ലാം വിത്ത് റെസ്പെക്ട് ടു എർത്ത് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? ഹാഫ് എം വി സ്ക്വയർ ഇക്വൽ ടു ജി എം എം ബൈ ആർ. അതിനകത്ത് എം രണ്ടും ക്യാൻസൽ ചെയ്തുകൂടെ? രണ്ട് എമ്മും രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
2gm/r. അപ്പോൾ ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ നമ്മൾ പഠിച്ചിരിക്കണം. എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ എന്താ? v = √2gm/r. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ പ്രോബ്ലംസ് വരും കേട്ടോ. പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതിന് ഒരു ടോപ്പിക് കൂടി നോക്കുന്നുണ്ട്. എന്താ നമ്മൾ ടൈം പീരീഡിനെ പറ്റി പഠിച്ച ഓർമ്മയുണ്ടോ? ടൈം പീരിയഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r⁻3 അല്ല, ടൈം പീരിയഡ് സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് പ്രൊപ്പോർഷണൽ ടു r⁻3. r ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ബോഡീസ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അങ്ങനെ ടൈം പീരീഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചത് എന്താ? ടൈം പീരീഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? t² പ്രൊപ്പോർഷണൽ ടു r⁻3 എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഈ ടി എന്ന വാല്യൂ എന്താണ്? t = 2π/ω എന്ന് എഴുതി കൂടി എഴുതാം. 2π/ω നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2π/ω എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒമേഗ എന്താണ്? ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റിയാണ് അല്ലേ. ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റിയാണ്. ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റിയാണ് അല്ലേ. ആംഗുലർ വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാമല്ലോ. v/r. r എന്താ? ഒരു പർട്ടിക്കുലർ റേഡിയസിലായിരിക്കും ഈ മൂവ്മെൻറ്റ്, സർക്കുലർ മോഷൻ വരുമ്പോൾ. അപ്പോഴാണ് നമുക്ക് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ റേഡിയസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിനകത്ത് ഈ എന്ത് സ്പീഡിലായിരിക്കും പോകുന്നത്? സർക്കുലർ ഓർബിറ്റ് ആകുമ്പോൾ നമ്മൾ ഓർബിറ്റൽ സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാമല്ലോ. v0 = √gm/r നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അപ്പോൾ ω g. ഇപ്പോൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? g0 = ω = √gm/r. ഒരു r കൂടി വരും. ഈ r കൂടി ഇടുമ്പോൾ നമുക്ക് √gm/r² എന്നാക്കി കൂടി ആക്കാം അല്ലേ. അപ്പോൾ ഈ ഫുൾ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. t എന്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? t = 2π/ω എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 2π/ω എന്ത് പറയാം? 2π/√gm/r³ എന്നാക്കി. അപ്പോൾ അത് നമുക്ക് t = 2π√ എന്തായി ഇക്വേഷൻ? r³/gm എന്നായി. ഈ ഇക്വേഷൻ കൂടി ഓർമ്മിച്ച് വെക്കുക കേട്ടോ. നമുക്ക് ആവശ്യം വരും. ഇവിടെ ഏതെങ്കിലും 2-3 പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിൽ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതോടെ ഈ ഒരു സെഷൻ നമുക്കിവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് നോക്കാം.